ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർ തോമസ് ലീഹായുടെ ദുഃഖ്രാന നവനാൾ 3-ാം ദിവസം. നിയോഗം: സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്നവർ മാത്രം, അതിൻ്റെ സമ്പന്നമായ വിശ്വാസ പൈതൃകം അറിയുന്നവരും അതിൽ അഭിമാനം കൊള്ളുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും മാത്രം ഇനി അങ്ങോട്ട് മെത്രാന്മാരായി അഭിഷേകം ചെയ്യപ്പെടാൻ. തിരുവചനം: യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെയും അവളുടെ സഹോദരി മർത്തായുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയാലെ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിനെ പരിമളതൈലം പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നുവെന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദയിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂർ ഇല്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന് വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ സ്പഷ്ടമായി പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവേ, അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ ഉറക്കമെന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് പോകാം. ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. യഹൂദയിലേക്ക് വീണ്ടും പോകുന്നത് ഗുരുവിൻ്റെയും തങ്ങളുടെയും പ്രാണന് അപകടമാണെന്ന് അറിയാമായിരുന്ന അപ്പോസ്തലന്മാര് പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കങ്ങ് പോകാം. തോമസ് ലീഹായെക്കുറിച്ചും അദ്ദേഹത്തിന് ലീഹന്മാരുമായുള്ള ബന്ധത്തെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൈമാറുന്ന തിരുവചനമാണിത്. ഒന്നാമതായി, ദീദിമോസ് എന്നു പേരുള്ള തോമസ് എന്നാണ് സുവിശേഷകൻ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. തോമ എന്ന ഹീബ്രു വാക്കിനും ദീദിമോസ് എന്ന ഗ്രീക്ക് വാക്കിനും ഇരട്ട എന്നാണ് അർത്ഥം. ഇരട്ട. ആരുടെ ഇരട്ട? രക്തബന്ധം കൊണ്ടുള്ള ഇരട്ടയോ അതോ ആധ്യാത്മിക തലത്തിലോ? അത് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനാൽ പല തരത്തിലാണ് ഈ ഇരട്ട ആരാണ്, തോമസിനെ ഇരട്ട എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് എന്നതിന് നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മറിയം ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്ന് സൂചനയില്ല. അവൻ ഏകജാതനാണ്. മറിയത്തിൻ്റെ ഏകജാതനാണ്, ദൈവത്തിൻ്റെ ഏകജാതനാണ്. ഏകജാതൻ ആദിജാതൻ എന്ന് വിളിക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ എന്താണ് ഈ ഇരട്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് പല നിർദ്ദേശങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ നിർദ്ദേശങ്ങൾ മാത്രം നമുക്കൊന്ന് പരിഗണിക്കാം. സമാന്തര സുവിശേഷങ്ങളിലെ ശ്ലീഹന്മാരുടെ പേരുകൾ പരാമർശിക്കുന്നിടത്ത് മത്തായുടെ പേരിന് മുൻപോ മത്തായുടെ പേരിന് ശേഷമോ ഉടനെ വരുന്നത് തോമസിൻ്റെ പേരാണ്. മത്തായി 10:3, മർക്കോസ് 3:18, ലൂക്ക 6:15. അതിനാൽ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിങ്ങനെ സഹോദര ജോഡികളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പത്രോസിനെ കഴിഞ്ഞിട്ട് ഉടനെ അന്ത്രയോസ്, യാക്കോബ് കഴിഞ്ഞ് ഉടനെ യോഹന്നാൻ. അപ്പം ഇങ്ങനെ ഇരട്ടകളായിട്ടാണ് ഈ 2 പേരാണ് കർത്താവ് അയക്കുന്നതും. അപ്പോൾ മത്തായി തോമസ് അല്ലെങ്കിൽ തോമസ് മത്തായി എന്നിവർ ജോഡികൾ മാത്രമല്ല, ഇരട്ട സഹോദരന്മാരുമായിരുന്നുവെന്നാണ് ഒരു നിർദ്ദേശം. തെറ്റ് പറയാൻ പറ്റില്ല. ഈ നിർദ്ദേശത്തിന് തെളിവുകൾ കുറവാണ്, എങ്കിലും ഒരു സാധ്യതയുണ്ട്. ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ മത്തായുടെ സ്ഥാനത്ത് പേര് വരുന്നത് പീലിപ്പോസിൻ്റെയാണ്. ശ്ലീഹന്മാരുടെ നടപടി 1:13. അപ്പോൾ മത്തായി തോമസ് മത്തായിക്ക് പകരം അവിടെ പീലിപ്പോസ് ആണ്. അപ്പോൾ തോമസ് പീലിപ്പോസ് അല്ലെങ്കിൽ പീലിപ്പോസ് തോമസ് അപ്പോൾ പീലിപ്പോസിൻ്റെ ഇരട്ട സഹോദരനാണ് തോമസ് എന്നൊരു മറ്റൊരു വ്യാഖ്യാനം ശ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ശ്ലീഹന്മാരുടെ ഭരണഘടന, അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അത്
3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 4-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ടതാണ്. ആ പുസ്തകം പറയുന്നത്, അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം പറയുന്നത്, ലിഡിയ എന്ന് പേരുള്ള ഒരു ഇരട്ട സഹോദരി തോമസ് ലീഹയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇരട്ട എന്ന് പറയുന്നത് ലിഡിയ എന്ന സഹോദരിയുടെ ഇരട്ട, അങ്ങനെയാണ് ഈ പുസ്തകം പറയുന്നത്. വളരെ പ്രാചീനമായ ഒരു പുസ്തകമാണ് അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. 4-മത്തെ ഒരു വ്യാഖ്യാനം, ഏസാവും യാക്കോബും അവരുടെ അമ്മയുടെ ഉദരത്തിൽ മൽപ്പിടുത്തം നടത്തിയതുപോലെ, ഉൽപ്പത്തി 25-ാം അധ്യായം, പഴയത് പുതിയത്, വിശ്വാസം സന്ദേഹം, സ്നേഹം ഭയം, ധീരത ഭീരുത്വം, ജീവൻ മരണം എന്നിങ്ങനെ എപ്പോഴും ഇരട്ട ചിന്തകളാൽ സ്വന്തം മനസ്സിൽ മൽപ്പിടുത്തം നടത്തിയ ആളാണ് തോമസ് അത്രേ. വിശ്വാസം സന്ദേഹം, സ്നേഹം ഭയം, ധീരത ഭീരുത്വം, ജീവൻ മരണം, ഇങ്ങനെ എപ്പോഴും ഇരട്ട ചിന്തകൾ. അപ്പോൾ ഇരട്ട ചിന്തകൾ മനസ്സിന് എപ്പോഴും മൽപ്പിടുത്തമാണ് ഇത് രണ്ടും തമ്മിൽ. അതുകൊണ്ട് യേശു തന്നെ തോമസിന് ചാർത്തിക്കൊടുത്ത ചെല്ലപ്പേരാണ് അത്രേ ഇരട്ട. തോമസിന്റെ സുവിശേഷം എന്ന അപ്രാമാണിക രചന സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് അദ്ദേഹത്തിന് മുഴുവൻ പേര് യൂദാ തോമസ് എന്നാണ്. അപ്പോൾ യൂദാ തോമസ് എന്ന തോമസിന് ഇരട്ട ദീദിമോസ് എന്ന പേര് കൊടുത്തത് ഈശോയാണ്. തോമ എന്നുള്ളതിന് ഇരട്ട എന്നർത്ഥം. അപ്പോൾ യൂദ എന്നുള്ളത് ശരിക്കുള്ള പേര്, തോമസ് എന്നുള്ള ഇരട്ട ചെല്ല പേര് യൂദാ തോമസ്. അതിന് മറ്റൊരു വാക്കാണ് ദീദിമോസ്. അപ്പോൾ യേശു തന്നെ ചാർത്തി കൊടുത്തൊരു ഇരട്ടപ്പേരാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യാക്കോബ് യോഹന്നാനും ബോവനർഗസ് ഇടിമുഴക്കത്തിൻ്റെ മക്കളെന്ന് ഇരട്ടപ്പേര് യേശു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷിമിയോന് പത്രോസ് പേര് കൊടുക്കുന്നുണ്ട്. ഷിമിയോൻ്റെ അപ്പൻ യോഹന്നാന് യോന എന്ന് മാറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെ പേരുകൾ മാറ്റിയിരിക്കുന്നത്, ഒന്ന് ഷിമിയൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരെ 3 പേര് എപ്പോഴും കർത്താവ് അടുത്ത് ഇടപഴകിയിരുന്നവരാണ്. രൂപാന്തര ഭാവത്തിലും ഗെത്സമൻ തോട്ടത്തിലും യായിറസിന്റെ മകൾ ഉയർപ്പിക്കുന്നതൊക്കെ ഇവർ 3 പേരേ ഉള്ളൂ. ഈ 3 പേരെ കൂടാതെ യേശു ചെല്ലപ്പേര് കൊടുത്തിരിക്കുന്ന അടുത്തൊരാൾ തോമസ് ലീഹ മാത്രമാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കാണ് അങ്ങനെ പേര് കൊടുക്കണമെന്ന് ഒരു സൂചനയുണ്ട്. ഗോസ്പൽ ഓഫ് തോമസ് എന്ന് പറഞ്ഞിട്ടൊരു അപ്രാമാണിക സുവിശേഷമുണ്ട്. അത് എഴുതപ്പെട്ടത്, അതിൻ്റെ ആദ്യത്തെ പതിപ്പ് എഴുതപ്പെട്ടത് AD 50 ജെറൂസലമിൽ വെച്ചാണെന്നും പിന്നീട് സിറിയയിലേക്ക് പോയി പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് പോയി അവിടെ വെച്ച് തോമസ് ലീഹയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ 2ാം പതിപ്പ് തയ്യാറായതെന്നുമൊക്കെയാണ് ആധുനിക പണ്ഡിതന്മാർ ചിലരൊക്കെ അത് പറയുന്നതും പഠിപ്പിക്കുന്നതും. ഈ തോമസിൻ്റെ സുവിശേഷം ഗോസ്പൽ ഓഫ് തോമസ്, പിന്നെ തോമായുടെ നടപടികൾ 2-ാം നൂറ്റാണ്ടിലൊരു പുസ്തകമാണ് ആക്ട്സ് ഓഫ് തോമസ്, പിന്നെ മത്സരിയായ തോമസിൻ്റെ ഗ്രന്ഥം ബുക്ക് ഓഫ് തോമസ് ദ കണ്ടൻഡർ, ഇങ്ങനെ പല അപ്രാമാണിക രചനകൾ തോമസിൻ്റെ പേരിലുണ്ട്. അതൊക്കെ ഈ അപ്രാമാണിക രചനകളിലൊക്കെ പറയുന്നത് യേശുവിൻ്റെ ഇരട്ട എന്നാണ്. യേശുവിൻ്റെ ഇരട്ട, അതായത് അത് പ്രതീകാത്മകമായിട്ടാണ്. ഒന്നെങ്കിൽ കുറച്ച് രൂപസാദൃശ്യം, അല്ലെങ്കിൽ ഈശോയുടെ ദ്വന്ദ്ഭാവം ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ തോമസ് ലീഹയാണ്. അതായത് ഈ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ദ്വന്ദ് നേച്ചർ ഈശോയിലുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് പ്രകാശിപ്പിച്ച, അവൻ ദൈവമാണ് മനുഷ്യനുമാണ്. ഇതൊരു ഏറ്റവും അല്ലേ യേശു എന്ന ആള്, ആ മഹാരഹസ്യം, ഒരേ സമയം ദൈവമായിരിക്കുക മനുഷ്യനായിരിക്കുക, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറത്തുള്ള രഹസ്യമാണ്. ആ ദ്വന്ദ്ഭാവം അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ആളാണ് ഈ തോമസ് ലീഹ എന്നാണ്. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന തോമസ് ലീഹ മാത്രമാണ് കർത്താവിനെ നോക്കി പ്രഖ്യാപിച്ചത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ വളരെ വലിയ ഒരു പ്രഖ്യാപനമാണ് നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ദൈവമാണ് എന്ന് ഈശോയുടെ മുഖത്ത് നോക്കി തോമസ് ലീഹ പറയുക. അത് തിരിച്ചറിഞ്ഞ ആൾ തോമസ് ലീഹയാണ്. അപ്പോൾ ഈശോയുടെ മഹത്വവൽക്കരണം സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുന്ന പ്രധാനപ്പെട്ട രംഗങ്ങളിൽ തോമസ് ലീഹയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ പത്രോസിനെയും ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനെയും കൂടാതെ 12 പേർക്ക് വേണ്ടി സംസാരിക്കുന്ന ഏറ്റവും പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളാണ് തോമസ് ലീഹ. യോഹന്നാൻ 11:16, 14:5, 20, 24, 29, 21:2 തോമസ് ലീഹ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഈ പത്രോസും പിന്നെ യോഹന്നാനും കഴിഞ്ഞാൽ, ഈശോ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനും കഴിഞ്ഞാൽ പിന്നെ 12 പേർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് തോമസ് ലീഹ. അപ്പോൾ ഈ 12 പേരിൽ വളരെ പ്രമുഖനാണ് പുള്ളി. ഞാൻ പറഞ്ഞല്ലോ, ദൈവശാസ്ത്ര ഇരട്ട എന്നാണ് തോമസ് ലീഹ പറയുന്നത്. ഈശോയുടെ ദൈവശാസ്ത്ര ഇരട്ട, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് മനുഷ്യനായ ഈശോയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആള് തോമസ് ലീഹയാണ്. അപ്പോൾ ഈശോ കർത്താവാണ്, ദൈവമാണ് ഈശോ. ഇത് കേൾക്കുമ്പോൾ യഹോവ സാക്ഷികൾ ഞെട്ടിപ്പോകും. തോമസ് ലീഹ യഹോവ സാക്ഷികൾക്ക് എതിരാണ്, ഇസ്ലാമിനെതിരാണ്. കാരണം എന്താണ്?
ഈശോ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചവനാണ് തോമസ് ലീഗ. ഈശോ ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് ഇസ്ലാമും യഹോവ സാക്ഷികളും. ഈ യഹോവ സാക്ഷികളോട് ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 5 മുതൽ 14 വരെ വായിക്കാനായിട്ട് ഞാനൊന്ന് ആവശ്യപ്പെടുക. ഞാനൊന്ന് വായിക്കുകയാണ്. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും മാലാഖമാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും അവിടുന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടോ? മിഖായേൽ മാലാഖയാണ് ഈശോ എന്നും പറഞ്ഞ് നടക്കണം യഹോവ സാക്ഷികൾ. അവരോടാണ് ഈ ചോദ്യം. ഏതെങ്കിലും മാലാഖമാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദൈവം ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടോ? വീണ്ടും ആദിജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അവിടുന്ന് അരുളി ചെയ്യുന്നു, ദൈവത്തിൻ്റെ സകല മാലാഖമാരും അവനെ നമസ്കരിക്കണം. അവൻ തൻ്റെ മാലാഖമാരെ കാറ്റുകളും ശുശ്രൂഷകന്മാരെ തീനാളങ്ങളും ആക്കുന്നുവെന്ന് മാലാഖമാരെ കുറിച്ച് പറയുന്നു. എന്നാൽ പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്തിന് ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ സ്നേഹിതനേക്കാൾ അധികമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. 2 പ്രാവശ്യമാണ് പുത്രനെ ദൈവമേ എന്ന് ദൈവപിതാവ് വിളിക്കണേ. നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുത്തു നോക്കിയാൽ, സത്യവേദ പുസ്തകം എടുത്തു നോക്കിയാൽ, മറ്റ് ബൈബിൾ എടുത്തു നോക്കിയാൽ യഹോവ സാക്ഷികളോടാണ് തോമസ് ലീഗ പറയണേ. പുത്രനോട് ദൈവപിതാവ് പറയാണ്, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്തിന് ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ സ്നേഹിക്കുകയും ദുഷ്ടതയെ വെറുക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ സ്നേഹിതരേക്കാൾ അധികമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറ്റപ്പെടും. നീ തന്നെ. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്നും പറയുന്നു. പുത്രനോട് ദൈവപിതാവ് പറയാണ് ഇതൊക്കെ. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് മാലാഖമാരിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ദൈവമായ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടോ? രക്ഷയുടെ അവകാശികളാകുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലേ മാലാഖമാര്? എന്നിട്ട് മിഖായേൽ മാലാഖയാണ് ഈശോ മിശിഹായെന്നും പറഞ്ഞ് നടക്കാൻ യഹോവ സാക്ഷികളെ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ തിരുവചനത്തെ വ്യഭിചരിച്ച് പരിശുദ്ധാത്മാവിനെ പാപം ചെയ്യല്ലേ? തോമാസ് ലീഗ നിങ്ങൾക്കെതിരാണ്. അത് നിങ്ങൾ ശത്രുക്കളായതുകൊണ്ടല്ല, സത്യം നിഷേധിക്കുന്നത് കൊണ്ട്. സത്യം തിരിച്ചറിഞ്ഞ് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണമെന്ന് തോമാസ് ലീഗ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ദുഃഖാന തിരുനാളിലെ ഒരു പ്രധാനപ്പെട്ട നിയോഗം അതാണ്. ഈശോയുടെ ദൈവത്വം നിഷേധിക്കുന്നവരെ സത്യം തിരിച്ചറിഞ്ഞ് ഈശോയുടെ ദൈവത്വം അംഗീകരിച്ച് അത് അവനെ നമസ്കരിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുഴങ്കാലുകളും അവൻ്റെ മുമ്പിൽ കുമ്പിടേണ്ടി വരും എന്ന് ഫിലിപ്പിയ ലേഖനം 2:11 പറഞ്ഞിട്ടുണ്ട്. യഹോവ സാക്ഷികളും ഇസ്ലാമും യേശുവിൻ്റെ മുമ്പിൽ കുമ്പിടേണ്ടി വരും. കാരണം ദൈവമാണ്. ഇത് വെളിപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് തോമസ് ലീഗ. അവൻ ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും ഒരേ സമയം അറിഞ്ഞ ഇരട്ടയാണ്. യേശുവിൻ്റെ ദൈവശാസ്ത്ര ഇരട്ട. നമുക്കും ആ ഭാഗ്യം, അതായത് ദൈവശാസ്ത്രപരമായി യേശുവിൻ്റെ ഇരട്ടയാകാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ മുമ്പിലും വച്ച് നീട്ടപ്പെട്ടിട്ടുണ്ട്. തിരുവചനം മനസ്സിൽ ജീവിച്ചാൽ, അതനുസരിച്ച് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ അങ്ങനെ സംഭവിക്കട്ടെ. ഇന്നത്തെ നിയോഗമായിട്ട് ഞാൻ പറയുന്നത്, അതായത് ഇന്നത്തെ സൽപ്രവൃത്തിയായിട്ട് പറയുന്നത് ലിറ്റർജി പ്രതിസന്ധി എന്നൊരു പുസ്തകമുണ്ട്. അത് ആദ്യത്തെ ഒരു അധ്യായം എറണാകുളത്തെ ലിറ്റർജി പ്രതിസന്ധിയുടെ ചരിത്രമാണ്. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളുടെയും ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമാണ്. ചെറിയൊരു പുസ്തകമാണ്. അതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ച് വായിക്കുക. ഒരു ചെറിയ സാക്രിഫൈസ്, തോമസ് ലീഗയ്ക്ക് കൊടുക്കാവുന്ന ഒരു സാക്രിഫൈസ്. ലിറ്റർജി പ്രതിസന്ധിയുടെ കാരണം നമ്മളൊന്ന് അറിയുക. നമ്മൾ പറയുന്നു വലിയ പ്രശ്നങ്ങളാണ്, മെത്രാന്മാർ തീരുമാനം എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള പ്രതിസന്ധിയുടെ ആഴം നമ്മളൊന്ന് അറിയണ്ടേ? അത് അറിയിക്കുന്ന ഒരു പുസ്തകമാണ് ലിറ്റർജി പ്രതിസന്ധി. ആളൊരു ബിബ്ലിയയിൽ കിട്ടും. ഒരു കോപ്പി വാങ്ങി വായിക്കണം. ഒരു സാക്രിഫൈസ്, ഒരു പരിത്യാഗം. പണം അനുവദിക്കുമെങ്കിൽ ഒരു കോപ്പി വാങ്ങിച്ച് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വികാരിയച്ഛനോ മറ്റ് അച്ഛന്മാർക്കോ കൊടുക്കുക, അല്ലെങ്കിൽ കന്യാസ്ത്രീമാർക്കോ കൊടുക്കുക. അവരും വായിക്കട്ടെ. ഇതൊരു ഒരു വ്രതമാകട്ടെ. തോമാസ് ലീഗയുടെ ദുഃഖാന തിരുനാളിന് വേണ്ടിയുള്ള നമ്മുടെ നവനാൾ വ്രതം. സുഹൃത ജപം ഞാൻ ഇന്നലെ പറഞ്ഞു. മാർ വലാഹ്, അത് നമ്മുടെ കോട്ടയത്തു നിന്നുള്ള ഈ മ്യൂസിക്കൽ അക്കാദമി, സുറിയാനി മ്യൂസിക്കൽ അക്കാദമിയാണ് മാർ വലാഹ്. അത് സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വാസ്തവത്തിൽ അതിൻ്റെ ശരിയായ സുറിയാനി എന്ന് പറഞ്ഞാൽ
മാറി വ് ലാഹി എന്നാണ്. മാറി വ് ലാഹി. മാർ എന്ന് പറഞ്ഞാൽ ലോഡ്, കർത്താവ്. മാറി എൻ്റെ കർത്താവ്. വ് ആൻഡ്. ലാഹ് ആലാഹ് ദൈവം. ലാഹി എൻ്റെ ദൈവം. എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്ന്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവം എന്ന് പറയണമെങ്കിൽ സുറിയാനിയിൽ ഭാഷാപരമായി മാറി വ് ലാഹി എന്ന് വേണം. സംഗീതത്തിൽ മാർവാലാഹ് മതി, പക്ഷേ ഭാഷാപരമായി മാറി വ് ലാഹി എന്നാണ്. അപ്പോൾ നമുക്ക് തോമാസ് ലീഗായോട് ചേർന്ന് ഈശോയുടെ മുഖത്ത് നോക്കി ഈശോയോട് തോമാസ് ലീഗയോട് ചേർന്ന് തോമസ് ലീഗ പറഞ്ഞ വചനം പറയാം. മാറി വ് ലാഹി, മാറി വ് ലാഹി. പല പ്രാവശ്യം ആവർത്തിക്കുക. ഇന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.